നമസ്കാരം. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ഇരു രാജ്യത്തെയും ജനങ്ങൾ. താലിബാൻ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചതോടെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുന്നു. അതിർത്തിയിൽ ഉടനീളം പാകിസ്ഥാന്റെ സൈനിക ചെക്ക് പോസ്റ്റുകൾ താലിബാൻ സൈന്യം ആക്രമിക്കുകയും ചെയ്യുന്നു. പാകിസ്ഥാന്റെ നിരവധി സൈനിക സന്നാഹങ്ങൾ തകർത്തതായിട്ടാണ് താലിബാൻ അവകാശപ്പെടുന്നതും. തിരിച്ചടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രത്യാഘാതം രൂക്ഷമായിരിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പാകിസ്ഥാൻ ബോംബുമായി വന്നാലും നേരിടും എന്ന് തന്നെയാണ് താലിബാന്റെ നിലപാട്. ദൈവം തങ്ങൾക്കൊപ്പം ഉണ്ടെന്നാണ് താലിബാൻ നേതാക്കൾ അവകാശപ്പെടുന്നതും. കിഴക്കൻ അഫ്ഗാനിലെ താലിബാൻ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകാനാണ് അഫ്ഗാനിസ്ഥാൻ തയ്യാറെടുക്കുന്നത്. എന്തിനാണ് രണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ അടിക്കുന്നത് എന്നായിരിക്കും നമ്മൾ ചിന്തിച്ചു പോവുക. അതിനൊരൽപ്പം ചരിത്രം കൂടി അറിയേണ്ടി വരും. ഇക്കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അതിർത്തിക്കും അപ്പുറം അഫ്ഗാൻ അതിർത്തിയിൽ കനത്ത വ്യോമാക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത്. 46 പേർ ഇതിൽ കൊല്ലപ്പെട്ടു. ഇതോടെയാണ് പ്രശ്നം രൂക്ഷമാകുന്നത്. ഈ വ്യോമാക്രമണത്തിന് മറുപടിയായി അഫ്ഗാനിസ്ഥാൻ തിരിച്ചാക്രമിച്ചു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ രാഷ്ട്രങ്ങളെ തിരിക്കുന്നതാണ് സത്യത്തിൽ ഡ്യൂറൻ ലൈൻ. ഈ വ്യോമാക്രമണത്തിന് മറുപടിയായി അഫ്ഗാനിസ്ഥാൻ തിരിച്ചാക്രമിക്കുന്നു. ഇനി ഇതിന്റെ ചരിത്രം അറിയണം. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ രാഷ്ട്രങ്ങളെ തിരിക്കുന്നതാണ് ഡ്യൂറൻ ലൈൻ. പാമീർ പീഠഭൂമി മുതൽ ഇറാൻ വരെ നീളുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയ്ക്കുള്ള 2640 കിലോമീറ്റർ നീളമുള്ള അതിർത്തിയാണ്. അതിനെയാണ് ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്നത്. ഇത് എന്നും ഒരു വലിയ പ്രശ്നബാധിത മേഖല തന്നെയാണ്. ഇന്ത്യൻ സിവിൽ സർവീസിലെ ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനായിട്ടുള്ള മോർട്ടിമർ ഡ്യൂറന്റും അഫ്ഗാനിസ്ഥാൻ ആമീർ അബ്ദുൾ റഹ്മാൻ ഖാനും ചേർന്ന് അഫ്ഗാനിസ്ഥാൻ എമിറേറ്റും ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യവും ചേർന്ന് അന്താരാഷ്ട്ര അതിർത്തിയായ ഡ്യൂറൻ ലൈൻ സ്ഥാപിക്കുന്നത് 1893-ലാണ്. ഇതാണ് അതിന്റെ ഒരു ചരിത്രം. ഇന്ത്യയിലെ ഒരു ബ്രിട്ടീഷ് സ്ഥാപനവും അഫ്ഗാൻ രാജ്യവും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഇത് അന്നത്തെ ഇന്ത്യ അഫ്ഗാൻ അതിർത്തിയായും അറിയപ്പെട്ടു. പിന്നീടാണ് പാകിസ്ഥാൻ നിലവിൽ വരുന്നത്. പാകിസ്ഥാൻ നിലവിൽ വന്നതോടെ ഈ ഡ്യൂറൻ ലൈൻ പാക് അഫ്ഗാൻ അതിർത്തിയായി മാറുകയാണ്. പ്രശ്നങ്ങളുടെ തുടക്കവും ഇവിടെ നിന്നു തന്നെ. ഈ പ്രദേശങ്ങളിലെ വംശീയ വിഭാഗങ്ങളെ മുൻനിർത്തി ആദ്യഘട്ടത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. അതായത് അഫ്ഗാനിസ്ഥാന്റെ തെക്കു ഭാഗത്തും പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലും താമസിക്കുന്ന ജനവിഭാഗമാണ് പഷ്തൂണുകൾ. അഫ്ഗാൻ വംശജർ എന്നും ഇവർ അറിയപ്പെടുന്നുണ്ട്. പാക് അഫ്ഗാൻ അതിർത്തിയായ ഡ്യൂറൻ രേഖയ്ക്ക് വടക്കും തെക്കുമായി വസിക്കുന്ന ഇവരുടെ ആവാസ മേഖലയാണ് 19-ാം നൂറ്റാണ്ട് വരെ അഫ്ഗാനിസ്ഥാൻ എന്നറിയപ്പെട്ടത്. പഷ്തൂ ആണ് ഇവരുടെ ഭാഷ. ഇന്ന് അഫ്ഗാനിസ്ഥാനിലെ ജനസംഖ്യയുടെ 40 മുതൽ 50% വരെ ഈ പഷ്തൂണുകൾ ഉണ്ട് എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും പഷ്തൂണുകൾ പഠാണികൾ എന്നാണ് അറിയപ്പെടുന്നത്. 1893-ൽ ബ്രിട്ടീഷുകാരനായിട്ടുള്ള ശ്രീ മോർട്ടിമർ ഡ്യൂറൻസ് അഫ്ഗാൻ ജനത അവരുടെ എന്ന് പറയുന്ന പഷ്തൂണുകളെ പാകിസ്ഥാനിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രശ്നം തുടങ്ങുന്നത്. ഇതിനൊരു വംശീയ സ്വഭാവം കൈവരുന്നത് ഈ പഷ്തൂനുകളുടെ ജിയോഗ്രഫിക്കൽ ഡിവിഷൻ നടന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനികളായിട്ടുള്ള പഷ്തൂണുകൾ പാകിസ്ഥാനിലായി പോയി എന്നത് തന്നെയാണ് പ്രശ്നം. ഭീകരവാദ സംഘടനകൾ ധാരാളമുണ്ട് ഇവിടെ എന്നതും മറ്റൊരു പ്രശ്നമാണ്. ഈ മേഖലയിൽ പാകിസ്ഥാന് എതിരെ പ്രവർത്തിക്കുന്നതും അതും അഫ്ഗാൻ സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു നേരെയാണ് ഇവർ വ്യോമാക്രമണം നടത്തിയത് എന്നും പറയപ്പെടുന്നു. ഇവിടെ ഒരു പ്രശ്നം, ഈ ഡ്യൂറൻ ലൈൻ അതിർത്തിയെ അഫ്ഗാനിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. പാകിസ്ഥാനിലാണ് ആക്രമണം നടത്തിയത് എന്നവർ പറയുന്നുമില്ല. ഇവർ തിരിച്ചാക്രമിക്കുന്നത് ഡ്യൂറൻ ലൈനിലെ പോസ്റ്റുകളിലേക്കാണ്. ഡ്യൂറൻ ലൈന് അപ്പുറമുള്ള പ്രദേശങ്ങളും തങ്ങളുടേതാണ് എന്നാണ് അഫ്ഗാന്റെ നിലപാട്. 1919-ൽ ഒരു ഉടമ്പടി വന്നിരുന്നു. ആ ആംഗ്ലോ അഫ്ഗാൻ ഉടമ്പടി പ്രകാരം ഈ രേഖയിൽ ചെറിയൊരു മാറ്റം വരുത്തി. ഈ ഉടമ്പടി 100 വർഷത്തേക്കാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ 99-ൽ അത് പുതുക്കിയില്ല.
അതായത് അഫ്ഗാൻ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഡ്യൂറൻ ലൈനെ അംഗീകരിക്കുന്നില്ല. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഡ്യൂറൻ ലൈൻ അപ്പുറത്തുള്ള പഷ്തൂണുകളുടെ മേഖല അവരുടേത് തന്നെയാണ് എന്നാണ്. ഈ മേഖലകളിലാണ് തിരിച്ചടി ഉണ്ടാകുന്നതും. ഡിസംബർ 31 രാത്രിയാണ് തെഹ്രീക്ക് ഇ താലിബാൻ പാക് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. സൗത്ത് വസീറിസ്ഥാൻ അടക്കമുള്ള പാക് പ്രദേശങ്ങളിൽ TTP ആക്രമണങ്ങൾ വൻതോതിൽ വർദ്ധിച്ച സാഹചര്യത്തിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. പാകിസ്ഥാനിൽ നിരവധി ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായ തീവ്രവാദി ഗ്രൂപ്പാണ് തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന TTP. ഈ TTPയെ പുനരുജ്ജീവിപ്പിക്കുന്നത് തന്നെയാണ് നിലവിലെ സംഘർഷങ്ങളുടെ പ്രധാന കാരണം. TTP പ്രവർത്തകർക്ക് അഫ്ഗാൻ താലിബാൻ അഭയം നൽകിയെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. 2021 ഓഗസ്റ്റിൽ അധികാരം തിരിച്ചു കൊണ്ടുവരാൻ അഫ്ഗാൻ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർക്കാർ അധികാരത്തിലെത്തുകയും മറ്റ് രാജ്യങ്ങൾക്കെതിരെ ആക്രമണത്തിനായി ഒരു ഗ്രൂപ്പിനെ സഹായിക്കുന്ന ഒരു അഫ്ഗാൻ സർക്കാരിനെയും നാം കാണുന്നുണ്ട്. എന്തായാലും മറ്റൊരു ഗ്രൂപ്പിനെയും, അതായത് അഫ്ഗാനിസ്ഥാനികളല്ലാത്ത മറ്റൊരു ഗ്രൂപ്പിനെയും ഇവിടെ നിലനിർത്തില്ലെന്ന് തന്നെയാണ് ഇവർ തർപ്പിച്ചു പറയുന്നത്. എന്തായാലും ഡ്യൂറൻ ലൈനിലെ 2 പോസ്റ്റുകളുടെ നിയന്ത്രണം താലിബാൻ ഇപ്പോൾ കൈക്കലാക്കിയെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അഫ്ഗാനിസ്ഥാനിലെ കിഴക്കൻ പ്രവിശ്യ മേഖലകളിൽ ഭീകര സംഘടനകളുടെ പരിശീലനം ഉണ്ടെന്ന് ആരോപിച്ച് നടന്ന ആക്രമണങ്ങൾ, വർഷങ്ങളായി ഇരു രാഷ്ട്രവും തമ്മിൽ തുടരുന്ന അതിർത്തി തർക്കം, പാകിസ്ഥാനിലെ സുരക്ഷാ സേനയെ ലക്ഷ്യമിടുന്ന തീവ്രവാദി സംഘടനയായ തെഹ്രീക്ക് ഇ താലിബാൻ അഥവാ TTP അഫ്ഗാൻ താലിബാനിൽ അഭയം പ്രാപിച്ചതായി പാകിസ്ഥാന്റെ ആരോപണം, ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായി ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങളുടെയൊക്കെ മൂലകാരണമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി അന്തർ ഇസ്ലാമിക സുന്നി സംഘർഷവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഒരു സുന്നി ഭൂരിപക്ഷ രാഷ്ട്രമാണ്. അഫ്ഗാനിസ്ഥാനും അങ്ങനെയാണ്. പ്രാദേശികമായ നിയന്ത്രണത്തെ ചൊല്ലി സുന്നി വിഭാഗങ്ങൾക്കുള്ളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും ഇതിന് കാരണമായി വരുന്നുണ്ട്. ഇതിൽ ഇന്ത്യയെ സംബന്ധിച്ചും ഒരു കൺസേൺ ഒക്കെ ഉണ്ട്. ചൈനയെ സംബന്ധിച്ചും പ്രശ്നമുണ്ട്. അവരുടെ സാമ്പത്തിക ഇടനാഴി, അതായത് ചൈന, ബെയ്ജിംഗ്, പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി, അതിൽ അവർക്കൊരു കൺസേൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇറാനെ സംബന്ധിച്ചും പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്തായാലും അതിർത്തിയിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 2 മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ അടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇതിന് വലിയ പ്രാധാന്യമൊന്നും നൽകുന്നില്ല. ഒരുപക്ഷെ ഇത് ഇസ്രായേൽ ഹമാസിനോടോ ഹിസ്ബുള്ളയോടോ ഹൂതികൾക്കോ എതിരെ ആക്രമണമായിരുന്നുവെങ്കിൽ അവർ വാർത്തകൾ നിരന്തരം പടച്ചുവിട്ടേനെ. എന്തായാലും പക്ഷേ 2 മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അടിയായതുകൊണ്ട് തന്നെ ഇവർ മിണ്ടാതെയിരിക്കുന്നു. തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന തീവ്രവാദ സംഘടനയുടെ നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു സത്യത്തിൽ ആക്രമണം നടന്നതെന്നും പറയപ്പെടുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ബർമാൽ ജില്ലയിലെ പക്തിക പ്രവിശ്യയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കമാണ് 46 പേർ കൊല്ലപ്പെട്ടത്. മരണസംഖ്യ ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. ലാമൻ ഉൾപ്പെടെ 7 ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ടാണ് ഡിസംബർ 24 രാത്രി പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. ലാമനിൽ ഒരു കുടുംബത്തിലെ 5 പേർ കൊല്ലപ്പെട്ടു എന്നതാണ് വിവരം. പാക് വിമാനങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പ്രാദേശിക വൃത്തങ്ങളും ആരോപിച്ചിരുന്നു. ബർമാലിലെ മൂർഗ് ബസാർ ഗ്രാമം പൂർണ്ണമായി തന്നെ നശിപ്പിക്കപ്പെട്ടുവെന്നും വ്യോമാക്രമണങ്ങളിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. അതേസമയം ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് താലിബാൻ അന്നേ പ്രഖ്യാപിച്ചിരുന്നു. ഭൂമിയും പരമാധികാരവും സംരക്ഷിക്കുന്നത് തങ്ങളുടെ അവകാശമാണെന്നാണ് താലിബാൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞത്. പാകിസ്ഥാനിലെ ഗോത്ര മേഖലയിൽ നിന്ന് സൈനിക നടപടികളിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട സാധാരണക്കാരാണ് വസീറിസ്ഥാനിലെ അഭയാർത്ഥികൾ. അവരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും താലിബാൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. പാകിസ്ഥാൻ ഔദ്യോഗികമായി വ്യോമാക്രമണം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അതിർത്തിക്കടുത്തുള്ള താലിബാൻ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു ആക്രമണമെന്നാണ് വിവരം. ഏതൊരു ആക്രമണം നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നാണ് താലിബാനും അവകാശപ്പെടുന്നത്. തങ്ങളുടെ സൈനിക ശക്തിയെ വില കുറച്ച് കാണരുത് എന്ന് അഫ്ഗാൻ വിദേശകാര്യ മന്ത്രിയും കഴിഞ്ഞ ദിവസം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നന്ദി.